ഇന്ന് ഞാൻ ട്രാൻസ്ജെൻഡർ എന്താണ്, ഹിജറകൾ എന്താണ്, അതുപോലെ ജെൻഡർ ഡിസ്ഫോറിയ എന്താണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്വതവേ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ്. ട്രാൻസ്ജെൻഡറിൽ ട്രാൻസ്മെനും ട്രാൻസ്വുമനാണ് വരുന്നത്. ഹിജഡ എന്ന് പറയുന്നത് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേക ആചാരങ്ങളും രീതികളും തൊഴിലുകളുമുണ്ട്. ഹിജഡകൾ സാധാരണയായിട്ട് സെക്സ് വർക്ക്, അതുപോലെ ബെഗിങ്, അതൊക്കെയാണ് അവർ മുഖ്യമായിട്ടും ചെയ്യുന്നത്. അവരുടേതായ കുലദൈവത്തിനെ ആരാധിക്കുന്നവരാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ന് മൊത്തം പലരിലും ഇന്നും സംശയകരമായ രീതിയിലാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ നോക്കുന്നത്. ഇന്ന് പല ട്രാൻസ്ജെൻഡേഴ്സും ജോലി ചെയ്തും കൃഷി ചെയ്തും ബിസിനസ് നടത്തിയും മറ്റ് പലതരത്തിലും ജീവിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. എന്നാലും നമ്മളെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ബോധമുണ്ടെങ്കിലും പലരും തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് ഇതിനെക്കുറിച്ച് പലപ്പോഴും പറയുന്നതും എഴുതുന്നതും ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഡിസ്ഫോറിയ. എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ജെൻഡർ എന്താണെന്നും ഞാൻ മുന്നേ വീഡിയോയിൽ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസമാണ് ജെൻഡർ ഡിസ്ഫോറിയ. അതായത് സ്വന്തം മനസ്സിന് ഇണക്കപ്പെടാത്ത ശരീരമുണ്ടാകുമ്പോൾ അവരിലുണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ജെൻഡർ ഡിസ്ഫോറിയ. അത് കുറവായി കാണുന്നവരുമുണ്ട്, കൂടുതലായി കാണുന്നവരുമുണ്ട്. ഇതെല്ലാം ഒരു പരിധി വരെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് അവർ സർജറി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അവരെ വിളിക്കുന്ന പേരിനോട് അവർക്ക് താല്പര്യമില്ലായ്മ, അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ, ഇതൊക്കെ അവരെ ഒരു പരിധിവരെ നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സർജറികൾ ചെയ്യുന്നത്. ഹിജഡകൾ സാധാരണയായിട്ട് ലോകത്തെല്ലായിടത്തും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പക്ഷേ ഹിജഡകൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഹിജഡ സംസ്കാരമില്ല, ഹിജഡകളായിട്ട് ആരുമില്ല. കേരളത്തിലുള്ളവർ ട്രാൻസ്ജെൻഡേഴ്സാണ്. അവരെല്ലാം ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും കൂടിയാണ്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തുന്നവരുണ്ട്, അതുപോലെ സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ ഇതര സംസ്ഥാനങ്ങളിൽ നമുക്ക് സർവ്വസാധാരണമായി കാണാൻ കഴിയുന്നു. ജെൻഡർ ഡിസ്ഫോറിയ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പലരും വളരെ ബുദ്ധിമുട്ടേറിയ സർജറികളിൽ കൂടെ കടന്നു പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആമിയോപ്ലോ എന്നുള്ള പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ സഹിതം അതിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വന്ന് അതിൽ നിങ്ങൾ അംഗമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളോടെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും എൻ്റെ സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു.